മോളെ ഷായിന, നീ ആ ഫോണൊന്ന് അട വെച്ചിട്ട് ഒന്ന് മാച്ചിയെടുത്ത് മിറ്റടിച്ച തേച്ചും വൃത്തിയേടായി കിടക്കുന്നില്ലേ. മിറ്റടിക്കാനാ ഞാനാ? ഉമ്മക്കറിയില്ലേ, ഞാൻ കുറെ കൊല്ലമായിട്ട് റഫീഖാൻ്റെ ഒക്കെ ബാംഗ്ലൂരിൽ താമസിക്കുന്നത്. അവിടെ ഫ്ലാറ്റിൽ മുറ്റമൊന്നുമില്ല. എനിക്ക് മുറ്റടിച്ചു വരാനും കയ്യില്ലേ, എനിക്ക് നടുവേന എടുക്കും. എന്നാ ഞാൻ അടിച്ചു വരാം. മോള് പോയിട്ട് ഒന്ന് ആ പാത്രം ഒന്ന് കൈവെക്ക്. ഓ, ആടെല്ലാം പാത്രം കഴുകാൻ ഡിഷ് വാഷർ ഉണ്ട്, അതിലിട്ട് കൊടുത്താൽ മതി. ഞാൻ പാത്രം കഴുകിയിട്ട് കാലെത്രയായി, എനിക്ക് ഓർമ്മ തന്നെയില്ല എങ്ങനെയാ പാത്രം കഴുകേണ്ടത്. വീടെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണേന്. ഓളോട് എങ്ങനെ പറയാ? റഫീഖിൻ്റെ പണവും പത്രാസം കണ്ടിട്ട് ഓള് മടിച്ചായിപ്പോയി. ഓളെ പഴയ പോലെ ആക്കി എടുക്കാൻ എന്താ ഇപ്പോൾ ഒരു വഴി? മോളെ ഷായിന, എണീക്ക്. ഇത് 11 മണിയായില്ലേ. നമ്മളെ പഴയ തറവാട്ടിൻ്റെ അടുത്തുള്ള പാത്തുടുത്താത്ത വന്നിട്ട് ഇന്നെ കാണാൻ. എണീക്ക്. ഈ ഉമ്മ വിളിച്ചിട്ട് എൻ്റെ ഉറക്കം കാണുന്നു. ഞാൻ കുറച്ച് സമയം കൂടി ഉറങ്ങട്ടെ. ഇത് നല്ല കൂത്ത്. സാധാരണ ഉമ്മാൻ്റെ വീട്ടിൽ വന്ന പൊമ്മക്കൊക്കെ കുറച്ച് മടിയെല്ലാം ഉണ്ടാവും. ഇത് നീ ഒരേ തീറ്റയും കടുത്തവും മാത്രമല്ലേ ഉള്ളൂ, ഒരു പണിയും ചെയ്യുന്നില്ലല്ലോ. ഓ, ഇനിയും ഞാൻ ഈ വീട്ടിലെ പണിയെല്ലാം എടുക്കണം? അങ്ങനെ എല്ലാ പണിയും എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിവിടെ ഒറ്റക്കല്ലേ, എനിക്ക് കുറച്ച് സഹായിച്ചു തന്നൂടെ? ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂരിൽ നമ്മൾ ഫുഡെല്ലാം അധികം വരുത്തിച്ചിട്ടാണ് കഴിക്കൽ. അതുകൊണ്ട് അടുക്കള പണിയെല്ലാം ഞാൻ തീരെ അങ്ങ് മറന്നുപോയി. അത് നല്ല പഠിപ്പന്നെ. ചെല്ലു മോളെ, അതാ പാത്തൂട്ടി ഉമ്മ വിളിക്കുന്നു. ഏത് പാത്തൂട്ടി? ഞാൻ എനക്ക് ഓർമ്മയൊന്നുമില്ലേ. ഓ, നീ എൻ്റെ അടുത്ത് കുറച്ച് പൈസ വന്നേരം നീ എല്ലാവരും മറന്നുപോയി അല്ലേ? നീ പണ്ട് തുന്ന ക്ലാസ്സിന് പോകുമ്പോൾ എനിക്ക് ബസ്സിന് പൈസയിലായിട്ട് ബസ്സിന് പൈസ തന്ന് സഹായിച്ച പാത്തൂട്ടി ഉമ്മാനെ നീ മറന്നുപോയി അല്ലേ? ഇത് നല്ല മറവിയാന്നല്ലോ. എൻ്റെ തലയിൽ നിന്നാണ് മരം വീണ. ഉമ്മ ഒന്നും പോയട്ടെ, എനിക്കിപ്പോൾ ആരോട് സംസാരിക്കാനൊന്നും കഴിയില്ല. നീ ആടെ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. ഈ വെക്കേഷൻ സമയത്ത് കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇന്നെ അയച്ചത് നീ കടന്നുറങ്ങിയിട്ട് ഉല്ലസിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. കുറേ ബന്ധുക്കളും പിന്നെ അയൽവാസികളും പിന്നെ എൻ്റെ ഉമ്മയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവരെപ്പരെല്ലാം കുറച്ച് ദിവസം അടിപൊളിയായിട്ട് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പം നോക്കുമ്പോൾ നീ തിന്ന പാത്രം പോലും കഴിവൊക്കില്ല തോന്നുന്നല്ലേ. കുറച്ച് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടായിന്ന് വിചാരിച്ചിട്ട് നീ അഹങ്കരിക്കുകയും വന്ന വഴി മറക്കുകയും ചെയ്തു ഷൈന. നീ പിന്നെ ഉമ്മാനെ സഹായിക്കണോ, എല്ലാവരോടും നല്ലപോലെ പെരുമാറണോ. ഇവിടുത്തെ ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ജീവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു മോചനമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്നെ അയച്ചെന്നെ. ഷൈന, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇനി നിൻ്റെ ഉമ്മ ഇനി എന്നെ വിളിച്ചിട്ട് നീ നന്നായി എന്ന് പറയാണ്ട് ഞാൻ എന്നെ കൂട്ടാൻ വരില്ല, അത് ഉറപ്പാ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ കുറച്ച് അഹങ്കരിച്ചു പോയി. നിങ്ങളിപ്പോൾ പറഞ്ഞത് എനിക്ക് കാര്യങ്ങളിൽ മനസ്സിലായി. ഞാൻ പോയിട്ട് എൻ്റെ പാത്തൂട്ടിത്താനോടൊന്ന് സംസാരിച്ചിട്ട് വരാം.